സൈനബ്, നീ എന്നോട് ക്ഷമിക്കണം. 5 മക്കൾക്കായി 5 മുറികളുള്ള ഒരു വീടുണ്ടാക്കാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതായിരുന്നു. അബദലിനെയും ഇമാദിനെയും ഒരേ മുറിയിലാണ് കിടത്തിയത്. അവർ ഇരട്ടകളാണല്ലോ. മറിയമിനെയും ഖലീലിനെയും ഒരുമിച്ചാണ് കിടത്തിയത്. ഒരു കഫൻ പുട ലാഭിക്കാമെന്ന് കരുതി ലൈലയെ നിന്റെ ഖബറിൽ തന്നെ കിടത്തി. കൈകൾ രണ്ടുമില്ലാത്ത അവളെ ഒറ്റക്കാക്കാൻ വയ്യല്ലോ. സൈനബ്, നീ എന്നോട് ക്ഷമിക്കണം. ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെന്നത് അബദലിൻ്റെ ആഗ്രഹമായിരുന്നു. മീസാങ്കലിനോടൊപ്പം കുറച്ച് മുല്ലുകള്ളികൾ കൂടി ഞാൻ നട്ടിട്ടുണ്ട്. നനച്ചു കൊടുക്കാൻ മാത്രം എൻ്റെ കണ്ണുനീർ മതിയാകുമെന്ന് തോന്നുന്നില്ല. വീടിനടുത്ത് വലിയൊരു മൈതാനം വേണമെന്ന് ഇമാദ് എപ്പോഴും പറയുമായിരുന്നു. അതെന്തായാലും ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങളെല്ലാം തകർന്ന് ഈ രാജ്യം തന്നെ ഇപ്പോൾ ഒരു വലിയ മൈതാനമായിരിക്കുന്നു. 7 ദിവസം മാറിയിടാൻ 7 കൂട്ടം വസ്ത്രങ്ങൾ വേണമെന്നായിരുന്നു മറിയമിൻ്റെ ആഗ്രഹം. അവൾക്കായി ഒരു കൂട്ടം കഫൻ പുട വാങ്ങിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഒരു സൈക്കിളിനായി ഒരുപാട് കരഞ്ഞതാണ് ഖലീൽ. എന്നെങ്കിലും ഒരു നാൾ എനിക്കത് വാങ്ങിക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ ഞാനതിവിടെ കൊണ്ടുവെക്കാം. സന്ധ്യയോളം കാത്തു നിന്നിട്ട് ഇന്നലെ കിട്ടിയ ഒരു കഷ്ണം റൊട്ടി വെടിയേറ്റ് വീഴുമ്പോൾ ലൈലയുടെ വായിലുണ്ടായിരുന്നു. അത് നിന്റെ അരികിൽ വെക്കുന്നുണ്ട്. ഉണരുമ്പോൾ നീ അത് അവൾക്ക് കൊടുക്കണം. സൈനബ്, നീ എന്നോട് ക്ഷമിക്കണം. ഒറ്റക്കാലും ഒറ്റ കൈയും കൊണ്ട് നിറയെ മുറിവുകളുമായി 3 മുറികൾ മാത്രമേ എനിക്ക് പണിയാൻ കഴിഞ്ഞുള്ളൂ. നമുക്കുറങ്ങാനായി ഒരു മുറി കൂടി വേണമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. ഇനി എനിക്കൊട്ടും വയ്യ. സൈനബ്, നീ എന്നോട് ക്ഷമിക്കണം.